മനുഷ്യൻ്റെ സമയം സോദരാ തനിരത്നമാ, വല്ലാഹി വിലമതിക്കുന്നതിനും അസാധ്യമാ. മറുഭാഗം ഇത് കേട്ടിട്ട് പലതും ഒരുക്കണം, സെൻറ്റഞ്ചു വിറ്റിട്ടെങ്കിലും ഇത് ചെയ്യണം. കടം വാങ്ങിയാലും വേണ്ടതാ സൽക്കാരം, പെണ്ണിൻ്റെ പണ്ടം താങ്ങുമേ പരിഹാരം. കല്യാണത്തിനൊരു 100 കാറുണ്ടാകണം, ആളധികമില്ലതിലെങ്കിലും അത് കാണണം. ഒരു 100 കാറുണ്ടായിരുന്നത് കേൾക്കണം, ഉത്ബത്ത് അബൂജഹൽ പങ്കെടുത്തെന്നറിയണം. ബിരിയാണി 20 ചെമ്പ് വെച്ച് വിളമ്പണം, പലിശക്ക് പണമെടുത്തെങ്കിലും ഉണ്ടാക്കണം. പെണ്ണിന് തുണി ഉടുക്കുന്നതും കാസറ്റിലേക്ക് പകർത്തി ഗൾഫിലയക്കണം. അത് കണ്ട് പലരും അവളെ നോക്കി രസിക്കണം, ആശംസ ലിപികൾ വന്നു ഇവരെ സ്തുതിക്കണം. അത് വീട്ടിലെത്തുമ്പോൾ ക്ഷണം ഫ്രെയിം ചെയ്യണം, എന്നിട്ട് ഭിത്തിയിൽ തൂക്കി പലരും കാണണം. ഇതുപോലെ ഒരു കല്യാണമാരും ഇതുവരെ ഇന്നാട്ടിലാരു നടത്തി പറയൂ ലോകരെ എന്നുള്ള രീതിയിലായി ഞെളിഞ്ഞും കൊണ്ട് ആത്മപ്രശംസ നടത്തലും പതിവുണ്ട്. ഇതുപോലെയുള്ളവരോട് ചോദിക്കേണ്ടത്, എന്തോർത്തു കൊണ്ടാ താങ്കളിത് പറയുന്നത്? നിനക്കാസ്തിയുള്ളതവനല്ല ഇതുപോലൊന്ന്, പണം വന്ന വഴി നോക്കാതെ ഗമപിന്നെന്തിന്? കല്യാണത്തിന് ക്ഷണിച്ച് പലരും വന്ന് പോകുന്ന സമയം കൈമടക്കും തന്ന്, അത് വാങ്ങിയ പേക്കൂത്ത് നീ നടത്തുന്നത്, ഇതിലെന്തന്തസ്സാ സോദരാ നിനക്കുള്ളത്? വാങ്ങിച്ച തുകയിൽ കൂടുതൽ പിന്നീട് കൊടുത്തിട്ട് നീ തീർക്കേണ്ടതാണിടപാട്.